മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്റെ പ്രിയപ്പെട്ടവരെ റഈസുൽ മുഫസ്സിരീനാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളിലെ ഏറ്റവും വലിയ തലവനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് ദുആ ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ വിജ്ഞാനം കരഗതമാക്കിയ വലിയ മഹാനല്ലേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ ചാരത്തേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടൊരു സംഘം അവിടെ നിന്ന് കടന്നു വരികയാണ്. എന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ഒരാൾ പറയുകയാണല്ലാ, തങ്ങളെ, ഞങ്ങളുടെ അടുക്കലുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വേണ്ടി കടന്നു വന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ആ മനുഷ്യനെ അടക്കാൻ വേണ്ടി ഞങ്ങൾ ഖബർ കുഴിച്ച സമയത്ത്, ഓരോ സമയത്തും ഖബർ കുഴിച്ചപ്പോ ആ ഖബറിന്റെ ഉള്ളിൽ ഞങ്ങൾ പാമ്പിനെ കാണുകയാണ്. ഓരോ ഖബർ അവിടെ നിന്ന് മൂടിയിട്ട് ആ ഖബർ കുഴിച്ചിട്ട് വീണ്ടും മൂടുകയാണ്. അടുത്ത ഖബർ അവിടെ നിന്ന് കുഴിക്കുമ്പോൾ അതിന്റെ ഉള്ളിലും പാമ്പിനെ കാണുകയാണ്. അടുത്ത ഖബർ കുഴിക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ പാമ്പിനെ കാണുകയാണ്. ഇതിന്റെ കാരണം എന്താണ് തങ്ങളെ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് കടന്നു വന്നുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, എവിടെയെങ്കിലും നിങ്ങൾ അവനെ കുഴിച്ചിട്ടോ, വല്ലാഹി വല്ലാഹി, ഈ ഭൂമി മുഴുവനും നിങ്ങൾ കുഴിച്ചു കഴിഞ്ഞാലും അവന്റെ ജനാസ അടക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി മുഴുവനും നിങ്ങൾ കുഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ നിന്ന് പാമ്പിനെ കാണാതിരിക്കാൻ കഴിയില്ല. ഇത് പടച്ചവനൊരു മനുഷ്യൻ അവിടെ നിന്ന് ശിക്ഷയെ അവിടെ നിന്ന് ധൃതിയാക്കുന്നതാ. ശിക്ഷയെ പടച്ചവൻ അവിടെ നിന്ന് അധികരിപ്പിക്കുന്ന കാര്യമാ. ഇത് പറഞ്ഞുകൊണ്ടാ മനുഷ്യനെ ആ ഖബറിലേക്ക് കടക്കുമ്പോഴല്ല, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട മനുഷ്യനാ, ഹജ്ജിന് വേണ്ടി പരിശുദ്ധമായ കഅബാലയത്തിൽ കടന്നു വന്ന മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ക്രൂരകൃത്യമാണ് ഈ മനുഷ്യൻ ചെയ്തതെന്നറിയില്ല. അതാ എല്ലാവരും കൂടി കടന്നു പോവുകയാ. ഓ, മനുഷ്യന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ആ മനുഷ്യന്റെ ഭാര്യയുടെ ചാരത്ത് കടന്നു ചെല്ലുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത്? ആ മനുഷ്യൻ അവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി കടന്നു വന്ന മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന് യാത്രാ മധ്യേ വെച്ച് മരണപ്പെട്ടു പോവുകയാണ്. ആ മനുഷ്യന്റെ ഖബറടക്കാൻ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ ഖബറിലും അവിടെ നിന്ന് അതാ ഉഗ്രവിഷമുള്ള പാമ്പുകളാണ്. ആ മനുഷ്യന്റെ ചെയ്തു പോയ കാര്യം എന്താ? ആ പെണ്ണ് പറയുകയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയില്ല. എന്നാ ഈ മനുഷ്യനൊരു കച്ചവടക്കാരനാണ്, ഈ മനുഷ്യനൊരു ഗോതമ്പ് കച്ചവടക്കാരനാണ്. ഈ മനുഷ്യൻ അവിടെ നിന്ന് ഗോതമ്പിനെ കച്ചവടം ചെയ്യാ കടന്നു പോകുമ്പോ ഈ ഗോതമ്പിന്റെ അളവിലും തൂക്കത്തിലും ഈ മനുഷ്യൻ അവിടെ നിന്ന് കൃത്രിമം കാണിക്കാറുണ്ടായിരുന്നു. അല്ലാ, ഈ ഒരു കാരണം കൊണ്ടാ പടച്ചവനാ മനുഷ്യന്റെ ഖബറിൽ അവിടെ നിന്ന് ശിക്ഷയെ